പൊട്ടലും ചീറ്റലുമൊക്കെ തുടരുകയാണ്. എരഞ്ഞോളി സ്ഫോടനത്തിൽ പരിഹാസവുമായി കെ സുധാകരൻ. ബോംബ് ഇനിയും പൊട്ടാനുണ്ട്, വൃദ്ധനല്ലേ ചെറുപ്പക്കാരനല്ലല്ലോ മരിച്ചതെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സുധാകരൻ മറുപടി നൽകുന്നു. ബോംബ് ഇനിയും പൊട്ടാനുണ്ട്, പൊട്ടി കുറച്ച് കഴിയട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണാം. വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലല്ലോ. അർജുൻ കല്യാട് നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ കല്യാട്, എന്തുകൊണ്ടാണ് കെ സുധാകരൻ ഇങ്ങനെയൊരു പരിഹാസത്തിന്റെ ഭാഷ സ്വീകരിക്കുന്നത്? വൃദ്ധനായാലും ചെറുപ്പക്കാരനായാലും ഒരു മനുഷ്യന്റെ ജീവൻ, അതും ഒരു ബോംബ് സ്ഫോടനത്തിലാണ് പൊലിയുന്നത്. തേങ്ങ പെറുക്കാൻ പോയയാൾ തേങ്ങയ്ക്ക് പകരം ബോംബ് കൈകൊണ്ടെടുക്കുന്നു എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അത് ആക്ഷേപഹാസ്യമാണോ അതോ ഉദ്ദേശിച്ചത്? സുജി, അതായത് ഈ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചിട്ടുള്ള വേലായുധൻ്റെ ഈ മരണത്തെ ഒരു പരിഹസിക്കുന്ന നിലപാടാണ് കെ സുധാകരൻ എംപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വൃദ്ധനല്ലേ, യുവാവല്ലല്ലോ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചിട്ടുള്ളത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ബോംബ് ഇനിയും പൊട്ടാനുണ്ട്, പൊട്ടിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണാം എന്നുള്ള പ്രതികരണം നടത്തി അദ്ദേഹം കയറി പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഘട്ടത്തിൽ ഒരു തരത്തിലും ഉണ്ടാവാൻ വേണ്ടി പാടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് കെ സുധാകരൻ എംപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ മരണത്തെ എന്തായാലും രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുള്ളത്. യുവാവായാലും വൃദ്ധനായാലും മനുഷ്യജീവൻ പൊലിയുന്നതിലാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇത്രയും നേരം വേദന പ്രകടിപ്പിച്ചത്. അതിൽ പ്രായഭേദമന്യേ അല്ലെങ്കിൽ യുവാവായാലും വൃദ്ധനായാലും അത്തരത്തിലുള്ളൊരു കാര്യം ഇതുവരെയും ആരും തന്നെ പ്രകടിപ്പിച്ച് കണ്ടിട്ടുമില്ല. എങ്കിൽ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ മരണം സംഭവിച്ച് മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് തന്നെ കെ സുധാകരൻ എംപിയുടെ ഭാഗത്തു നിന്നും, KPCC അധ്യക്ഷൻ കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാവാൻ വേണ്ടി പാടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ആക്ഷേപഹാസ്യം എന്നുള്ള രൂപേണ ഉപയോഗിച്ചതായിരിക്കാം. എങ്കിൽ കൂടി ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള പ്രതികരണം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കണ്ണൂരിൽ പ്രധാനമായും ബോംബ് രാഷ്ട്രീയത്തിൻ്റെ ഇരയായും അതുപോലെ തന്നെ ഉപയോക്താവും ഒക്കെയായി നിരവധി തവണ കൊണ്ടും കൊടുത്തും CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും എല്ലാം നിന്നിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കണ്ണൂരിലെ കോൺഗ്രസിനെ നയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന നിരവധി പേർ ഇത്തരത്തിൽ ബോംബ് ആക്രമണത്തിൽ ഉൾപ്പെടെ ബലിയാടായതുമാണ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ജീവനെ ചേർത്ത് നിർത്തിയെന്ന് അവകാശപ്പെടുമ്പോഴാണ് ഇപ്പോൾ ഒരു നിരപരാധിയായിട്ടുള്ള ഒരു വൃദ്ധന്റെ ജീവൻ ഇത്തരത്തിൽ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഘട്ടത്തിൽ അദ്ദേഹം അതിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ ഒരു കാരണവശാലും നടത്താൻ വേണ്ടി കഴിയാത്ത അല്ലെങ്കിൽ പാടില്ലാത്ത ഒരു പ്രതികരണമാണ് കെ സുധാകരൻ MP KPCC പ്രസിഡന്റ് നടത്തിയിട്ടുള്ളത്. ശരി, ആ പ്രതികരണം ഒന്നുകൂടി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലല്ലോ എന്നുള്ള പരിഹാസം കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാം. ബോംബാണെന്ന് പൊട്ടിട്ടുണ്ടോ, ഇനിയും പൊട്ടും. ബോംബ് ഇനിയും പൊട്ടാനുണ്ട്, പൊട്ടി കുറച്ച് കഴിയട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണാം. വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലല്ലോ. അങ്ങനെയല്ല മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യം DCC ഓഫീസറാണ് ബോംബ് ഉണ്ടായിരുന്നത് എന്നാണ് ആ നിയമസഭയിൽ പറയുകയാണത്. അപ്പൊ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വേണ്ടതല്ലേ? അതൊക്കെ പറഞ്ഞുതരാമെന്ന് കുറച്ച് ഇരിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറയിപ്പിക്കണം. ഇതെന്താണ് ഈ കെ സുധാകരന് പറ്റിയത് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നിപ്പോയി.